സദേൺ സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു BJP അധികാരത്തിലിരിക്കുന്ന സമയത്ത് അവരെയൊക്കെ വളരെ മെച്ചപ്പെടുത്തി കൊണ്ടുവരികയാണ് എന്ന് പറയുമ്പോഴും പശുക്കളെ ദൈവങ്ങളായി കാണാനും അതുപോലെ ഗോമൂത്രം കുടിക്കുന്നവരും ഒക്കെയുള്ള വിഷ്വൽസ് ഇപ്പോഴും കാണുന്നു. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഇത്ര പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള വിഷ്വൽസ് കാണേണ്ടി വരുന്നതും അല്ലെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ജനതയെ കാണേണ്ടി വരുന്നതും എന്തുകൊണ്ടായിരിക്കും? കഴിഞ്ഞ 12 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിലും കൂടെ ഒരു മാറ്റം വരേണ്ടതല്ലേ? നമ്മൾ ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജനത എന്നുള്ളത് നമ്മുടെ ഐഡന്റിറ്റി അതാണ്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ രാജ്യത്തിനും അവരുടേതായ ഒരു പെക്യൂലിയർ സ്വഭാവമുണ്ട്. ഇന്ത്യക്കാരനോട് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വിശ്വാസമാണ് നിങ്ങൾ. കാരണം ലോകത്തിൽ നിന്നും ഇന്ത്യയെ വേർതിരിക്കുന്ന ഘടകം നമ്മുടെ വിശ്വാസം. അപ്പോൾ നമ്മൾ പല വിശ്വാസ പ്രമാണങ്ങൾ ഇവിടെയുണ്ട്. അതിൻ്റെ ശരിതെറ്റുകൾ എപ്പോഴാണ് സമൂഹത്തിന് ഹാനികരമാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എൻ്റെ വിശ്വാസം വീണയ്ക്ക് തടസ്സമുണ്ടോ? എൻ്റെ വിശ്വാസം സമൂഹത്തിന് ഹാനികരമല്ല എങ്കിൽ എന്തിനാണ് നിങ്ങളതിൽ പറയുക? നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നുണ്ടോ? അവിടെ പ്രശ്നം. പക്ഷെ അത്തരത്തിലുള്ള എന്താ പറയാ ഈ മണ്ടൻ ചിന്താഗതികളിൽ നിന്ന് അവരെ കൊണ്ടുവരേണ്ടതും നമ്മുടെ ധർമ്മമല്ലേ? പശു എന്നുള്ളത് നമ്മൾക്ക് ആരാധനാമൂർത്തി മാത്രമായിരുന്നില്ല എന്നാണ് ഗാന്ധി അടക്കമുള്ളവർ പറഞ്ഞത്. പശു എന്നുള്ളത് വലിയൊരു ഇക്കോണമിയാണ്. ഇന്ത്യ ഒരു കാർഷിക രാജ്യമായിരുന്നല്ലോ. നമ്മുടെ കാർഷിക ഘടനയുടെ നട്ടലായിരുന്നു പശു. സ്വാഭാവികമായും ആ രീതിയിലാണ് നമ്മൾക്ക് വിർച്യു തരുന്ന എന്തിനേയും ബഹുമാനത്തോടെ കാണുക എന്നുള്ള നമ്മുടെ ശീലം. അങ്ങനെയാണ് നിങ്ങൾക്ക് സൂര്യൻ ഭഗവാനായത്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഗംഗാ മാതാവായത്. എൻ്റെ നിലനിൽപ്പിന്, എൻ്റെ ജീവിത സന്ധാരണത്തിന്, എൻ്റെ കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെ ബാക്ക് ബോൺ പശുവായിരുന്നു. പശു എൻ്റെ ഈശ്വരനായി. പശു നമ്മുടെ നിലനിൽപ്പിന് ആധാരമായിരുന്നു എന്നുണ്ടെങ്കിൽ പശുവിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാം. പക്ഷെ അത്തരത്തിൽ ഇത്ര അന്ധമായ കാര്യങ്ങൾ ഗോമൂത്രം കുടിക്കുന്നതാണ്. സയന്റിഫിക്കലി ഗോമൂത്രം നമ്മുടെ ആയുർവേദ മരുന്നുകളിൽ ചേർക്കുന്ന ഒരു ഘടകം. ചാണകം ഭാരതത്തിൽ ശുദ്ധിയുടെ പര്യായമായി കണ്ടിരുന്ന സാധനമാണ്. നമ്മുടെയൊക്കെ കിടക്കാൻ മലയാളികൾ നിലം മെഴുകിയിരുന്ന ചാണകത്തിൽ കൂടിയായിരുന്നില്ലേ?